നമസ്കാരം. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാർ ഇപ്പോൾ സന്തോഷത്തിലാണ്. ക്ലീൻ സ്ലേറ്റിൽ നിന്ന് ആരംഭിക്കാം. ഇനി ഒരുത്തനെയും ഭയപ്പെടേണ്ടതില്ല. നാളെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് കോട്ടയത്ത് നടക്കാനിരിക്കെ അന്തപുരങ്ങളിൽ ചർച്ചകൾ സജീവമായി. ആരാദ്യം പറയും, അല്ലെങ്കിൽ ആരാദ്യം തുടക്കമിടും എന്ന ഒറ്റ സന്ദേഹമാണ് എല്ലാവർക്കും ഉള്ളത്. ഉള്ളിൽ ബോധമുണ്ട്, പക്ഷെ മിണ്ടാതെ എന്ന അവസ്ഥയിലാണ് മുഴുവൻ കേരള കോൺഗ്രസുകാരും. പാർട്ടി ആചാര്യനായിരുന്ന മാണി സാറിന്റെ മരണശേഷം പാർട്ടിയെ പിടിച്ചു നിർത്താൻ അവനവന്റെ സ്ഥാനം പോലും പണയം വെച്ച് നിന്ന റോഷിയെയും ജയരാജനെയും ചാഴിക്കാടനെയും അടിച്ചൊതുക്കി സൈഡാക്കി പാർട്ടിയുടെ താക്കോൽ സ്ഥാനവും കയ്യിൽ വാങ്ങി ആളുകളിൽ നടന്നവനൊക്കെയാണ് പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണക്കാർ. അത് മനസ്സിലാക്കാൻ പാടൂർ പഠിക്കുന്ന പോകണം. ചെയർമാനായ ജോസ് കെ മാണിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം നാട്ടിലുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയിലും കയറിയിറങ്ങി തിരിച്ചു വന്നവർക്ക് പാർട്ടിയിൽ അനർഹമായ സ്ഥാനം കൊടുത്തതാണ്. ഒരു പഞ്ചായത്തിലേക്ക് പോലും മത്സരിക്കാൻ താല്പര്യമില്ലാത്ത പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന നൂറുകണക്കിന് പ്രവർത്തകരുടെ വീറും വാശിയുമാണ് ഇങ്ങനെയുള്ളവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നതോടെ നഷ്ടപ്പെടുന്നത്. 2021 അധികാരത്തിൽ വന്ന ഉടനെ പാർട്ടിക്ക് ആകെ കിട്ടിയ 5 GP സ്ഥാനങ്ങളിൽ ഒരെണ്ണം തൊട്ട് തലേ ദിവസം വൈകുന്നേരം 6 മണി വരെ മോനുപള്ളിക്കവലയിൽ നിന്ന് മാണി സാറിനെയും ജോസ് കെ മാണിയും ചീത്ത വിളിച്ചവന് തന്നെ എഴുതി കൊടുത്തപ്പോൾ എന്ത് നോക്കി നിൽക്കുകയായിരുന്നു എന്നാണ് ആത്മാഭിമാനമുള്ള പാർട്ടിക്കാർ ചോദിക്കുന്നത്. പാർട്ടിയുടെ മുന്നിൽ പാർട്ടി തന്നെ ഒരു ചോദ്യചിഹ്നമായി നിന്നിരുന്ന കാലത്ത്, അതായത് മാണി സാർ മരിച്ച ഉടനെ പാർട്ടി അടിച്ചു മാറ്റാൻ നടത്തിയ ശ്രമങ്ങൾ അതിന് തടസ്സം നിന്നത് കൊല്ലത്ത് നിന്നുള്ള ആദ്യഘട്ട മനോജായിരുന്നു. കൂടെ നടക്കാൻ ഒരു വിനോദം. പാർട്ടി പദവികൾ പങ്കുവച്ചപ്പോൾ ഇവർക്കാർക്കും ഒന്നും ലഭിച്ചില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ മാസം കൂടി പാർട്ടിയിൽ വന്നു ചേർന്നവർക്ക് അനർഹമായ സ്ഥാനങ്ങൾ കൽപ്പിച്ചനുവദിച്ചു. കൊല്ലത്ത് വഴുതാനത്ത് ബാലേന്ദ്രനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ജില്ലയിലെ പാർട്ടിക്ക് അകത്തുള്ളത്. പാർട്ടിക്ക് അനുവദിച്ചു കിട്ടിയ തുച്ഛമായ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മേധാവികളുടെ സ്ഥാനത്തേക്ക് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ KJ ദേവസ്യായും അലക്സ് കോഴിമലയും നിയമിച്ചു. 2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ അവരെ ഒരു മര്യാദയും ഇല്ലാതെ പിരിച്ചുവിട്ടത് പാർട്ടിക്കുള്ളിൽ കടുത്ത എതിർപ്പുകൾക്ക് അവസരമുണ്ടാക്കി. എന്നാൽ താക്കോൽ സ്ഥാനീയനായ നേതാവിനെയും മുഹമ്മദ് ഇക്ബാലിനെയും 5 വർഷം ആ സ്ഥാനങ്ങളിൽ തുടരാൻ അനുവദിക്കുകയും ചെയ്തു. അതേ ഇക്ബാൽ പാർട്ടി ചെയർമാന് വയറ് നിറച്ചു പണി കൊടുത്തിട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു. എറണാകുളം ജില്ലക്കാരുടെ കാര്യമാണ് ഏറ്റവും വലിയ ഘട്ടം. അവിടെ തല്ലുകൊള്ളാൻ ചെണ്ടയും പണം പറ്റാൻ മാരാരും എന്ന് പറഞ്ഞ അവസ്ഥയാണ്. പാർട്ടി കെട്ടിപ്പടുക്കാൻ ഒരു സംഘം വർഷങ്ങളായി പണിയെടുക്കുമ്പോൾ പാർട്ടിക്ക് അനുവദിച്ചു കിട്ടിയ സീറ്റുകളിൽ മത്സരിക്കുവാൻ തക്ക സമയത്ത് ഓടിളക്കി കെട്ടിത്തൂങ്ങി താഴോട്ടിറങ്ങുന്നവരാണ് എറണാകുളം ജില്ലയുടെ പ്രത്യേകത. പാർട്ടിയുമായി യാതൊരു ആത്മബന്ധവും ഇല്ലാത്തവനെ തെരഞ്ഞുപിടിച്ച് എറണാകുളം ജില്ലാ പ്രസിഡന്റാക്കി. ഇയാളുടെ താവളങ്ങളിൽ വിരുന്നുണ്ടും കുടിച്ചു മതിച്ചും കഴിയുകയായിരുന്നു താക്കോൽ സ്ഥാനീയനായ നേതാവ്. ഒടുവിൽ അയാൾക്ക് സീറ്റ് കിട്ടിയില്ലെന്ന് കണ്ടപ്പോൾ ഇയാൾ തെരഞ്ഞെടുപ്പ് പോയി. പാർട്ടിയിലെ അച്ചടക്കമുള്ള പ്രവർത്തകർ ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ പാർട്ടിയുമായി ഒരു കുലബന്ധം പോലും ഇല്ലാത്ത കൊട്ടാരക്കരയിലുള്ള ഒരു വിദ്വാൻ NRI കമ്മീഷൻ എന്ന ബോർഡും വെച്ച് കേരള കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ കറങ്ങി നടക്കുന്നു. സത്യത്തിൽ വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവരും പാർട്ടിയെ നിർണായക ഘട്ടത്തിൽ പിടിച്ചു നിർത്തിയവരുമെല്ലാം മൂക്കത്ത് വിരൽ വെച്ച് നോക്കി നിന്നുപോയി. വേറെ ഒരു ജോസ് മത്തായി എന്ന മുതലിനെ കോൺഗ്രസിൽ നിന്ന് ദത്തെടുത്ത് ഒരാഴ്ച കൊണ്ട് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് മെമ്പറാക്കി. പിന്നെ കൊടുക്കാത്ത സ്ഥാനങ്ങളൊന്നുമില്ല. കൊല്ലത്തിന്റെ അവസ്ഥ അതാണ്. പണിയെടുത്ത് നടന്നവനെല്ലാം തട്ടുപുറത്ത്, അണ്ടി കളിച്ച് നടന്നവനെല്ലാം പാർട്ടിയുടെ വലപ്പുറത്ത്. പാർട്ടിയിൽ ചോദ്യവും പറച്ചിലും ഇല്ലായിരുന്നു എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം. തങ്ങളുടെ സ്ഥാനങ്ങൾ നഷ്ടപ്പെടുമെന്ന യാഥാർത്ഥ്യം പോലും വകവയ്ക്കാതെ മാണി സാറിന്റെ മകനെ ഉദ്ധരിക്കാൻ നിന്ന ചാഴിക്കാടനും റോഷിയും ജയരാജനും വെറും നോക്കൂത്തികളായി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ 3 പേരുടെ പിടിപ്പുകേടാണ് പാർട്ടിയെ ഈ രീതി നശിപ്പിച്ചത്. ജോസിനോട് ആശയവിനിമയം നടത്തുകയും തക്ക സമയത്ത് നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് ഈ 3 പേരുടെയും ചുമതലയായിരുന്നു. ഓരോ ജില്ലയിലും നടക്കുന്ന കാര്യങ്ങൾ സത്യത്തിൽ ജില്ലാ പ്രസിഡന്റുമാർ പോലും പലപ്പോഴും അറിയുന്നില്ല. ഏതായാലും പാർട്ടിയെ ഇനി പുതുതായി കെട്ടിപ്പടുക്കാമെന്നാണ് യഥാർത്ഥ പാരമ്പര്യവാദികളുടെ ചിന്ത. ഈ വന്നവരൊക്കെ, അതായത് മഴ പെയ്തപ്പോൾ നനയാതെ കയറി നിന്നവർ, വേറെ ഇടം തേടിപ്പോകും. ഇപ്പോൾ തന്നെ ഇന്ദിരാഭവന്റെ മുന്നിൽ പട്ടിയെ പോലെ കാവൽ കിടക്കുന്ന ചില മാണി ഗ്രൂപ്പിലെ വഴിപോക്കന്മാരെ ഇന്നലെ കണ്ടു. യാതൊരു ആവശ്യവുമില്ലാതെ മുന്നണി മാറ്റ ചർച്ചകൾ പൊതുസമൂഹത്തിൽ വലിച്ചെടുക്കുകയും
അതുപയോഗിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയിൽ സ്വാധീനമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്ത റാന്നിയിലെ വഴിപോക്കനെ പാർട്ടി വേദികളിൽ നിന്നും മാറ്റി നിർത്തണമെന്നാണ് പാരമ്പര്യവാദികൾ ആവശ്യപ്പെടുന്നത്. പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ അഭിപ്രായം ചോദിക്കാതെ തെറ്റിത്തിരിഞ്ഞു വരുന്നവരെ മുഴുവൻ പാർട്ടിയിൽ ഉൾക്കൊള്ളുന്ന പ്രവണത ശരിയല്ലെന്നും ആവർത്തിക്കരുതെന്നും അവർ പങ്കുവയ്ക്കുന്നു. നാട്ടിലുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയിലും അംഗത്വം കൊടുത്തിട്ടും പോരാഞ്ഞിട്ട് സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി അതിലും പരീക്ഷിച്ചിട്ട് തോറ്റവരാണ് ഇപ്പോൾ കേരള കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത്.